ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 75 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ 108 തവണ ഓരോ ദിവസവും ജപിച്ച് ഇതൊരു വലിയ ജപമായിട്ട് ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം സജ്ജനങ്ങൾ ഈ ലക്ഷ്മി ദേവിയുടെ ഈ നാമം ജപിക്കുന്ന സമയത്ത് ഇതൊരു അലയടിച്ച്, ഈ മന്ത്രത്തിൻ്റെ ധ്വനി അലയടിച്ച് ഈ ലോകം മുഴുവൻ ഇതിൻ്റെ ഒരു പ്രതിധ്വനി ഉണ്ടായി. ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് തന്നെ ആണ് അവസാനം ഇതെത്തിച്ചേരുന്നത്. ഭാരതത്തിൻ്റെ മാത്രം പൈതൃകമാണത്. നമ്മുടെ വേദമന്ത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു, അല്ലേ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു രാജ്യവും നമുക്കിന്ന് ഈ ഭൂമിയിൽ നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല. അപ്പം അത്രയും വിശാലമായ സുതാര്യമായ ഒരു കാഴ്ചപ്പാടാണ് ഭാരതത്തിലെ ജനങ്ങളുടെ. പ്രത്യേകിച്ച് സജ്ജനങ്ങൾ ആർക്കും ഒരു ദോഷവും വരാൻ ആഗ്രഹിക്കാത്തവരാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് ഈ മന്ത്രജപത്തിൽ പങ്കെടുക്കുന്ന ധാരാളം സജ്ജനങ്ങളുണ്ട്. അപ്പം അവരുടെ തിരുനാമജപം ഒരു അലയടിച്ച് മന്ത്രധ്വനികളുടെ ആ ഒരു ഊർജം കൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ഉപാസനയിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ഭൗതികമായും ആത്മീയമായും ഉള്ള എല്ലാവിധ പുരോഗതികളും എല്ലാവിധ സമൃദ്ധികളും ഉണ്ടാവുന്നതാണ്. അവരുടെ ജീവിതം എപ്പോഴും ശുഭപര്യവസായികളായിരിക്കും. അവരുടെ കുടുംബ ബന്ധങ്ങൾ എപ്പോഴും വളരെ ശക്തിമത്തായിരിക്കും. എപ്പോഴും ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അപ്പോൾ അമ്മയുടെ ഇന്നത്തെ തിരുനാമം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, അമ്മയുടെ എല്ലാ തിരുനാമവും വളരെ ശ്രേഷ്ഠമാണ്. പക്ഷേ നമുക്ക് ധനം, സമൃദ്ധി, സ്വർണം ഇതൊക്കെ ആഗ്രഹിക്കുന്ന, ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള സുഖം ആഗ്രഹിക്കുന്നവരും അമ്മയുടെ ഈ തിരുനാമം ജപിച്ച് നിത്യജീവിതത്തിൽ ഉപാസിച്ചാൽ എന്നും അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അത്ര ശ്രേഷ്ഠമായിട്ടുള്ള നാമമാണ് ഇന്നത്തെ തിരുനാമം. ഓം ശ്രീയേ നമഃ എന്നുള്ളതാണ്. നമുക്കൊരു ശ്രീ ഉണ്ടാകണം, അല്ലേ? ഒരൈശ്വര്യം എപ്പോഴും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും, അങ്ങനെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുമ്പോഴോ ഈ ലോകം നന്മ നിറഞ്ഞതായി മാറും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ തിരുനാമജപം എത്തിക്കുക, എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയുക. ഇതിൻ്റെ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത്. കാരണം എന്താണ്? ഇത് നമുക്ക് വേണ്ടി മാത്രം നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്കെല്ലാം ഉണ്ട്, എല്ലാ സമൃദ്ധിയും ഉണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരെല്ലാവരും ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനുള്ള ഗതിയില്ലാത്തവരാണെങ്കിലോ, അല്ലെങ്കിൽ തൊട്ടയൽവക്കങ്ങളിലെ വീടുകളിലൊക്കെ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും തമ്മിത്തല്ലും ഒക്കെ ആണെങ്കിലോ നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നമ്മൾ സുഖമാകുന്നതോടൊപ്പം നമ്മുടെ
അടുത്തുള്ളവരെയും അവരും സുഖമാവണം, അവരുടെ ജീവിതവും സുഖമായിരിക്കുകയാണെങ്കിൽ നമുക്കും എപ്പോഴും ആന്തരികമായ ഒരു സംതൃപ്തി ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ഇന്നത്തെ ഈ തിരുനാമജപത്തിൽ പങ്കെടുക്കാം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാവരും ജപിക്കേണ്ട തിരുനാമമാണ് ഓം ശ്രീയേ നമഃ എന്നുള്ള തിരുനാമം. ഭഗവാനെയും അമ്മയെയും ഒരേപോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം ജപം ആരംഭിക്കുന്നത്. എല്ലാ ഭക്തമനസ്സുകൾക്കും അറിയാം. എങ്കിലും ആരെങ്കിലും പുതുതായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ദിവസവും പറയുന്നത്. ജപം ആരംഭിക്കുന്നു. 5 തവണയാണ് നാം ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ എന്നുള്ള നാം ജപിക്കുന്നത്. അതിനുശേഷം 108 തവണ ഓം ശ്രീയേ നമഃ എന്നുള്ള അമ്മയുടെ തിരുനാമവും ജപിച്ച് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കും. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഓം ശ്രീയേ 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 നമഃ.
ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ശ്രീയേ നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ നല്ല ഒരു ആരോഗ്യകരമായിട്ടുള്ള കുടുംബ അന്തരീക്ഷം നിറഞ്ഞ എല്ലാവിധ അഭിവൃദ്ധിയോടും കൂടിയിട്ടുള്ള ഒരു ജീവിതമുണ്ടാവട്ടെ എന്ന് ഭഗവതി അമ്മയുടെയും ഭഗവാനോടും തൃപാദങ്ങളിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ജപം, ഈ നാമം, ഈ തിരുനാമം, ഓരോ വാക്കുകളും അമ്മയുടെ പാദാരവിന്ദങ്ങളിലും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലും പൂജാപുഷ്പങ്ങളായി, അർച്ചനാപുഷ്പങ്ങളായി അർച്ചിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.